സ്കൂൾ പാഠപുസ്തകങ്ങളിലെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ കളി കരിക്കുലം കമ്മിറ്റി അറിയാതെ 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ കൂട്ടിച്ചേർക്കലുകൾ കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ചയായില്ല. രാഷ്ട്രീയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം. പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ റിസോർട്ട് രാഷ്ട്രീയവും ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധിയും ചട്ടവിരുദ്ധമായി ഇതര രാഷ്ട്രീയ സംഘടനകൾക്കെതിരെ കുട്ടികളിൽ വിദ്വേഷം വളർത്താനുള്ള സർക്കാർ നീക്കം ജനം ടിവിയാണ് പുറത്തുവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്തായാലും സർക്കാരിന്റെ തന്ത്രം പാളി. സ്കൂൾ പാഠപുസ്തകങ്ങളിലെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ കളി കരിക്കുലം കമ്മിറ്റി അറിയാതെ എന്നുള്ളത് വ്യക്തമായിരിക്കുകയല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ചേർന്ന 58ാമത് കരിക്കുലം കമ്മിറ്റിയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ചർച്ചകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കരിക്കുലം കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ ഇപ്പോൾ ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കരിക്കുലം കമ്മിറ്റിയിലെ അംഗവും എൻ ഡിയുടെ പ്രതിനിധിയുമായിട്ടുള്ള അനൂപ് കുമാറാണ്. അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയെ ഈ പറയുന്ന രീതിയിൽ കരിക്കുലം കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒന്ന് ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധി, അതോടൊപ്പം തന്നെ റിസോർട്ട് രാഷ്ട്രീയം പോലെയുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവട നീക്കങ്ങളും ദൈനംദിന രാഷ്ട്രീയത്തിലെ വിഷയങ്ങളുമൊന്നും ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു അനുശാസ്യമായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല കാര്യമല്ല എന്നുള്ളതുമാണ് അവരുടെയൊക്കെ നിലപാട്. പക്ഷേ അത്തരമൊരു വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് അത് കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആ പാഠ്യപദ്ധതിയുമായി മുന്നോട്ട് പോകാമോ എന്നുള്ളൊരു തീരുമാനമെടുക്കുകയുമാണ് വേണ്ടത്. എന്നാൽ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വെച്ച് ഇത്തരം ചില കാര്യങ്ങൾ ഈ 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വിഷയങ്ങളൊന്നും കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ചയാകുകയോ അവിടുന്ന് സൂചിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കരിക്കുലം കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു പാഠ്യപദ്ധതിയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ കുത്തിക്കയറ്റുന്നു, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സൊക്കെ മാത്രം പ്രായമുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്യാനും അതുവഴി തങ്ങളുടെ രാഷ്ട്രീയ ആദർശങ്ങളോട് ഈ കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കാനുമുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ഇടത് സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ കരിക്കുലം കമ്മിറ്റിയുടെ അറിവോടെയാണോ ഇത്തരമൊരു നടപടി എടുത്തത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നത്. അല്ലെങ്കിൽ ഇത്തരം പാഠ്യപദ്ധതികൾ ഇപ്പോൾ നമ്മൾ കർണാടകയിലൊക്കെ കാണുന്നതാണ്, ഈ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമായി ഇത്തരം സംഭവങ്ങളൊക്കെ, റിസോർട്ട് രാഷ്ട്രീയമൊക്കെ, അതൊക്കെ ഈ ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളുടെ ഭാഗമായി വരുന്ന വിഷയങ്ങൾ മാത്രമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സരിൻ കോൺഗ്രസ് വിട്ട് LDF-ലേക്ക് പോകുന്നതും അങ്ങനെയുള്ള ആളുകളുടെ രാഷ്ട്രീയ മാറ്റവും ഒക്കെ സമാനമായ രീതിയിലുള്ള. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പ്രജിത്ത്, ദയവായി തുടരുക. ഇപ്പോൾ NTU കരിക്കുലം കമ്മിറ്റി അംഗം അനൂപ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അനൂപ് കുമാർ, സ്കൂൾ പാഠപുസ്തകങ്ങളിലെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ കളി കരിക്കുലം കമ്മിറ്റി അറിയാതെ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ഈ കൂട്ടിച്ചേർക്കലുകൾ ഒന്നും തന്നെ കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ചയാകാത്ത ഭാഗങ്ങൾ തന്നെയാണോ? തീർച്ചയായും. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി വളരെ സജീവമായും സക്രിയമായും പരസ്പരം സഹവർത്തിത്തോടെ നടന്നു വന്ന കരിക്കുലം കമ്മിറ്റിയിൽ ഇന്നലെ തീർത്തും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ട കുത്തിത്തിരുകി എന്നുള്ളതാണ് വസ്തുത. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഗവർണറുടെ അവകാശങ്ങള് അതേപോലെ തന്നെ അധികാരങ്ങള് ഉൾപ്പെടുത്തുന്നു. ആ ഒരു ചർച്ച, അതിനോട് അധ്യാപക പരിഷത്ത് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. കേരളത്തിലെ ഗവർണർമാരുടെ അവകാശ അധികാരങ്ങൾ കേരള ജനത മനസ്സിലാക്കിയത് ആരിഫ് ഖാനും അതേപോലെ തന്നെ ആർലേക്കർജിയും ഒക്കെ കേരള ഗവർണറായി വന്ന ശേഷം മാത്രമാണ്. അത് കേരളത്തിലെ മുഴുവൻ കുട്ടികൾ പഠിക്കട്ടെ. നമ്മുടെ ഭരണഘടനാ പദവിയായ ഗവർണർ എന്നുള്ളത്, അതിന്റെ അധികാരങ്ങളും അവകാശങ്ങളും മുഴുവൻ ആളുകളും പഠിക്കണം. പക്ഷെ അതോടൊപ്പം രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റിസോർട്ട് രാഷ്ട്രീയത്തെ പാഠപുസ്തകങ്ങളിൽ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതിഹീനമായ റിസോർട്ട് രാഷ്ട്രീയങ്ങളൊക്കെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ എത്തിച്ച് ഇതര രാഷ്ട്രീയ പാർട്ടികളോട് വിദ്വേഷം പരത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയും അനുബന്ധ കാര്യങ്ങളുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കേരളത്തിലെ സാമൂഹ്യ പാഠ പുസ്തകത്തിൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് വളരെ സജീവമായി ലോകത്തിന് മുൻപാകെ മാതൃകയായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തെ അപഹസിക്കുന്ന രീതിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യങ്ങൾ കുട്ടികളിൽ സന്നിവേശിപ്പിക്കാൻ വേണ്ടി വളരെ ഗൂഢവും നിന്ദ്യവുമായ മാർഗമാണ് കരിക്കുലം കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ അധ്യാപക പരിഷത്തിന് പങ്കില്ല. പക്ഷേ
അധ്യാപക പരിഷത്തിന്റെ ആളുകളുടെ പങ്കുണ്ട് എന്നുള്ള തരത്തിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഈ ഒരു അവസരത്തിൽ അത് പൂർണ്ണമായും അധ്യാപക പരിഷത്തിന് ഇതിൽ പങ്കില്ല എന്ന് അറിയിക്കാൻ കൂടി താല്പര്യപ്പെടുന്നു. ശ്രീ അനൂപ്, എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെ ഇതിന്മേൽ ഉയർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള ചില പരിഷ്കരണങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വളരെ രഹസ്യമായി കരിക്കുലം കമ്മിറ്റി തന്നെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ ഈ പ്രതിഷേധം ഫലവത്താകും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു കരിക്കുലം റിവിഷൻ നടക്കുന്ന സമയത്ത് പാഠപുസ്തക രചന, ആ രചന നടക്കുന്ന സമയത്ത് സബ് കമ്മിറ്റികൾ അത് ചർച്ച ചെയ്യും. ആ സബ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത കരട്, അതിന്റെ എല്ലാ മാറ്റങ്ങളും വരുത്തി കരട് വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ആ ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് കരിക്കുലം കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഇടവിട്ട ക്ലാസ്സുകളായ 2, 4, 6, 8, 10 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഇത് തന്നെ ഏകദേശം 100-നടുത്ത് വരുന്ന പുസ്തകങ്ങളാണ്. അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സാക്ഷരതാ മിഷന്റെ പച്ച മലയാളം പാഠപുസ്തകം, ഇത്രയേറെ പാഠപുസ്തകങ്ങൾ കേവലം 1 മണിക്കൂർ കൊണ്ട് മനുഷ്യജന്മം കിട്ടിയ ഒരാൾക്ക് പോലും വായിക്കാനോ നോക്കാനോ സാധ്യമല്ല. അപ്പോൾ പരസ്പര വിശ്വാസത്തിന്റെ ഭാഗമായി അതിനെ ഒരു കോമൺ അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ. അത്തരം മര്യാദയുടെ മറ പറ്റിയിട്ട് തീർത്തും രാഷ്ട്രീയപരമായിട്ടാണ് ഈ തീരുമാനങ്ങളിൽ അധ്യാപക പരിഷത്തിന്റെ കൂടി താല്പര്യം കൊണ്ടാണ് എന്ന് കൈരളി TV പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഭരണഘടനാ പദവി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ ആളുകളും അത് അറിഞ്ഞിരിക്കണം. അത് അറിയാത്തതിന്റെ പ്രയാസമാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇത്തരം വളരെ മോശകരമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കേരള ജനത തിരിച്ചറിയും. വിദ്യാഭ്യാസ മേഖലയിലെ KPBS ഈ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്താൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അവ സർക്കാർ നേരിടേണ്ടി വരും. ശ്രീ അനൂപ്, ഒരു കാര്യം കൂടി, എന്തായാലും ഒരു തുറന്ന ചർച്ചയ്ക്ക് തന്നെയാണല്ലോ NTU ഇതിൽ നിന്ന് ക്ഷണിക്കുന്നത്, ഈ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി അടക്കം. എന്തായാലും ഗവർണറെ സംബന്ധിച്ച പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പില്ല എന്നുള്ളത് NTU നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള എതിർപ്പ് മറ്റ് കാര്യങ്ങളിൽ ഉള്ളിടത്തോളം കാലം ഈ പാഠപുസ്തകം പിൻവലിക്കേണ്ടി വരും എന്ന് തന്നെയാണോ താങ്കളും വിശ്വസിക്കുന്നത്? തീർച്ചയായും ഈ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പാഠപുസ്തകങ്ങൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ജനകീയമായ പ്രതിരോധം, അതേപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പൂർണ്ണമായും ഇതിനോട് മുഖം തിരിഞ്ഞ നിലപാടായിരിക്കും അധ്യാപക പരിഷത്ത് ഉൾപ്പെടെയുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള അധ്യാപക സംഘടനകൾ കൂടി അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് അധ്യാപക പരിഷത്തിന്റെ നിലപാട്. വളരെ നന്ദി ശ്രീ അനൂപ് കുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. പ്രജിത്തിലേക്ക് പോകുന്നു. പ്രജിത്ത്, എന്തായാലും തെറ്റിദ്ധാരണാജനകമായ ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമായി തന്നെ ഇതിനെ കണക്കാക്കിക്കൂടെ? അങ്ങനെ തന്നെയാണ്. കാരണം രോഹിണി, ഒന്ന്, ഇത് കരിക്കുലം കമ്മിറ്റിയിൽ ഇത്തരമൊരു വിഷയം ചർച്ചയാകാതെയാണ് ഇത് നടപ്പിലാക്കിയെടുത്തത് എന്നുള്ളത് അനൂപ് കുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം അത്രയധികം പുസ്തകങ്ങൾ, അതിലെ പാഠഭാഗങ്ങളൊന്നും ഇവർക്ക് കൃത്യമായി നോക്കാനുള്ള സമയം പോലും കരിക്കുലം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ നേരത്തെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റൊക്കെ തയ്യാറാക്കി അതിനുശേഷം ഇതിൻ്റെ അന്തിമ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ അന്തിമ ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുകയും ഇതിൽ പരിഷ്കാരം വരുത്തി പുതിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അതാണ് ഇപ്പോൾ ഈ അംഗീകാരം നൽകി കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയതായി കാണിച്ച് അച്ചടിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ തന്നെ വളരെ രഹസ്യമായി ഗൂഢമായി ഇത്തരമൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് കരിക്കുലം കമ്മിറ്റിയുടെ യാതൊരു അറിവുമില്ലാതെ അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് പോലും അറിയാതെയാണ് ഇത്തരത്തിൽ അത് പാസ്സാക്കി എടുത്തത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇത് ഈ റിസോർട്ട് രാഷ്ട്രീയമാണെങ്കിലും ശരി, അത്തരം വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ചയാകുന്ന ദൈനംദിന രാഷ്ട്രീയത്തിലെ ചില പാർട്ടിസാൻ പൊളിറ്റിക്സിലെ ചില സംഭവങ്ങൾ മാത്രമാണ്. അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ രാജ്യത്തിൻ്റെയോ ഒക്കെ ഒരു ചരിത്രത്തിൽ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റോ അത്തരത്തിൽ മാതൃകാപരമായ വിഷയങ്ങളോ അല്ല. അതൊക്കെ നമ്മൾ ഈ സാധാരണഗതിയിൽ വെറും പാർട്ടി രീതിയിലുള്ള അല്ലെങ്കിൽ കുതിരക്കച്ചവടം എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലുണ്ടായ പല സംഭവങ്ങളും ഈ പറയുന്ന രീതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിൽ ടി.പിയുടെ കൊലപാതകം, ടി.പി. ചന്ദ്രശേഖരൻ്റെ മുഖത്ത് 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ സംഭവം കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റാണ്. വലിയ ചർച്ചയായിട്ടുള്ള അന്നും ഇന്നും എന്നും ചർച്ചയായിക്കൊണ്ട് നിൽക്കുന്ന, ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങൾ അത് എന്തുകൊണ്ട് ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ചോദ്യം ഒരു ഘട്ടത്തിൽ
വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതതീവ്രവാദ പ്രശ്നങ്ങൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം, CPM-മായി ബന്ധപ്പെട്ടുള്ള മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറുന്ന വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളും എങ്കിൽ പിന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടേ എന്നുള്ള ചോദ്യം മറുവശത്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട നമ്മുടെ കുട്ടികൾ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവരുടെ ഒരു സംഭാവന, ഇത്തരം കാര്യങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പഠിച്ച് അത്തരമൊരു രാഷ്ട്രീയ സംവിധാനത്തോട് താല്പര്യമുണ്ടാകുകയും മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തോട് എതിർപ്പുണ്ടാകുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഈ വളരെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അത് സ്കൂളുകളിൽ നിന്ന് അവരിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ്. അതിനുവേണ്ടി ഇടതുപക്ഷം, CPM ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതിനെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നത്. ഇന്ന് രാവിലെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ നീക്കത്തിനെതിരെ വലിയ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ ചുവപ്പുവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല, പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളുമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ സർക്കാരിൻ്റെ ഈ നീക്കത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യവുമുണ്ട്. കാരണം ഇപ്പോൾ കർണാടകയിലേക്ക് റിസോർട്ട് രാഷ്ട്രീയമാണോ നാളെ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനും നാണക്കേടാകും. അപ്പോൾ ഇതര രാഷ്ട്രീയ പാർട്ടികൾ, ഇനി ഏത് പാർട്ടിയും ആയിക്കോട്ടെ, തങ്ങൾക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇത്തരത്തിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ പേരിൽ, ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ പേരിൽ പാഠപുസ്തകങ്ങളിലൂടെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചുള്ള ഒരു പുതിയ തലമുറ വരണം. അതായത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്കോ CPM-ന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരണമെന്നുള്ള ഒരു ഗൂഢനീക്കം ഈ പാഠപുസ്തകങ്ങളിൽ ഇത്തരമൊരു ഇഞ്ചക്ഷൻ നടത്തിയതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും തർക്കരഹിതമായി നമുക്ക് പറയാൻ കഴിയും. അത്തരമൊരു നീക്കത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് NDU അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും ആ പാഠപുസ്തകങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലേക്കുമാണ് ഇപ്പോൾ NDU പോകുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വളരെ വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു തെറ്റായ കീഴ്വഴക്കത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെയൊക്കെ ഈ ഇടപെടൽ മൂലം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നാളെ വേറെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നു, അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ അത് എങ്ങനെ ചോദ്യം ചെയ്യാൻ അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റൊരു കക്ഷിക്ക് കഴിയും, അല്ലെങ്കിൽ CPM-നെ പോലെ സംഘടനയ്ക്ക് കഴിയുമെന്നുള്ള ചോദ്യവും അവിടെയുണ്ട്. കാരണം തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇഷ്ടമുള്ള തങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങൾ ഇഞ്ചക്ട് ചെയ്താൽ അതും ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന മറ്റ് വിഷയങ്ങളാണെങ്കിൽ പിന്നെയും നമുക്കത് പോട്ടെ എന്ന് വെക്കാൻ കഴിയും. പക്ഷേ അതും ദൈനംദിന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാർട്ടിസാൻ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിന് വലിയൊരു ശരികേടുണ്ട്. ആ ശരികേടിനെതിരെയാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അതിൽ ശക്തമായ പ്രതിഷേധം നടത്തുന്നതും അതേ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതും NDU അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. രോഹിണി. ശരി പ്രജിത്ത്, സ്കൂൾ പാഠപുസ്തകങ്ങളിലെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ കളി കരിക്കുലം കമ്മിറ്റി അറിയാതെ 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ കൂട്ടിച്ചേർക്കലുകൾ കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ചയായില്ല. രാഷ്ട്രീയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം. പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ റിസോർട്ട് രാഷ്ട്രീയവും ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധിയും ചട്ടവിരുദ്ധമായി തന്നെയാണ്. ഇതര രാഷ്ട്രീയ സംഘടനകൾക്കെതിരെ കുട്ടികളിൽ വിദ്വേഷം വളർത്താനുള്ള സർക്കാർ നീക്കം ജനം TV യാണ് പുറത്തുവിട്ടത്. പ്രജിത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.